ഹലോ, എല്ലാവർക്കും UCUBE ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നാം പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. കഴിഞ്ഞ ദിവസമായിരുന്നു റിലയൻസിൻ്റെ ജിയോമീറ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ കോൺഫറൻസ് ആപ്ലിക്കേഷൻ പുറത്തിറങ്ങിയത്. അപ്പോൾ ജിയോമീറ്റ് എന്ന ആപ്ലിക്കേഷൻ തനി സൂം തന്നെയാണ്. ഞാനങ്ങനെ പറയാനുള്ള കാരണം സൂമിനോട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ജിയോമീറ്റ് എന്നുള്ളത്. പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കിപ്പോയാൽ സൂമിൻ്റെ ഡെവലപ്പർ തന്നെയാണ് ജിയോമീറ്റിൻ്റെയും ഡെവലപ്പർ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന രൂപത്തിലാണ് ജിയോമീറ്റിൻ്റെ ആപ്ലിക്കേഷൻ. അതായത് അതിൻ്റെ ഡിസൈനും ലേഔട്ടും ഫങ്ഷൻസും സെറ്റിങ്സും എല്ലാം മുഴുവനും സൂമിനോട് വളരെയധികം സിമിലാരിറ്റീസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ജിയോമീറ്റ് എന്നുള്ളത്. സൂമിലും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിലും 100 പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെയാണ് ജിയോമീറ്റിൽ നമുക്ക് 100% വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്നാൽ സിമിലാരിറ്റീസിനൊപ്പം ഒരുപാട് വ്യത്യസ്തമായ ഡിഫറൻസുകളാണ് ജിയോമീറ്റിനുള്ളത്. സൂം ആപ്ലിക്കേഷനിൽ ഫ്രീ പ്ലാൻലെസ്സിനുള്ളത് 40 മിനിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിലാണെങ്കിൽ 1 hour ആണ്. സിസ്കോ വെബ്എക്സിലാണെങ്കിൽ 50 മിനിറ്റ്സ് ആണ്. എന്നാൽ ജിയോമീറ്റ് നിങ്ങൾക്ക് നൽകുന്നത് 24 hours ഒരു തടസ്സവുമില്ലാതെ ഫ്രീ കോളിംഗ് സിസ്റ്റമാണ് ജിയോമീറ്റ് നൽകുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ജിയോമീറ്റ് സൂമിനെയും അതുപോലത്തെയുള്ള ആപ്ലിക്കേഷനെയും മുഴുവൻ മറികടന്നേക്കാമെന്ന് തീർച്ചയാണ്. അപ്പോൾ നമുക്കിനി ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ട് പോവുക. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ജിയോമീറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ജിയോമീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും കാണാനായിട്ട് സാധിക്കുക. നിങ്ങളൊരു പുതിയൊരു മെമ്പർ ആണെങ്കിൽ നിങ്ങളിവിടെ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ താഴെ കാണുന്ന സൈനപ്പിൽ പ്രസ് ചെയ്യുക. ഇത് വളരെയധികം സിമ്പിളാണ്. വളരെ ചുരുങ്ങിയ സ്റ്റെപ്പുകൾ കൊണ്ട് നമുക്ക് സൈനപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വാട്സപ്പിലേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് ഒരു OTP വെരിഫിക്കേഷൻ നടത്തി നമുക്കിത് സിമ്പിളായിക്കൊണ്ട് സൈനപ്പ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ഇമെയിലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ കൊടുക്കാം. ഞാനിവിടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. ഫസ്റ്റ് നെയിം കൊടുക്കാം, ലാസ്റ്റ് നെയിമും കൊടുക്കാം. എഗ്രി ചെയ്യുക. ശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർക്ക്, നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP വെച്ച് നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ നമ്പർ വെച്ച് ഒരിക്കൽ സൈനപ്പ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അവിടെ ഓൾറെഡി ഹാവ് ബീൻ രജിസ്റ്റേർഡ് എന്ന് കാണിച്ചത്. ഇനി നിങ്ങൾക്കിത് നിങ്ങളുടെ ഇമെയിൽ വെച്ചിട്ടും സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഇമെയിൽ വെച്ച് സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് സൈനപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസിയർ. സോ ഞാൻ സൈൻ ഇൻ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഇമെയിൽ വെച്ചിട്ടൊരു അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഇമെയിൽ ഉപയോഗിച്ച് ഞാനിവിടെ സൈൻ ഇൻ ചെയ്യുന്നു. എൻ്റെ പാസ്വേഡ് കൊടുക്കുന്നു. സോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ എങ്ങനെയൊരു ഇൻ്റർഫേസ് ആവും കാണാനായിട്ട് സാധിക്കുക. സോ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളും ലേഔട്ടും മുഴുവൻ സൂമിനോട് വളരെയധികം സിമിലാരിറ്റീസ് ആണുള്ളത്. സൂമിന് ഒരു ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ ജിയോമീറ്റ് നൽകിയിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ എന്ന് മാത്രം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി എങ്ങനെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഓറഞ്ച് ബട്ടണിൽ കാണുന്ന ന്യൂ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. സോ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നതാണ്. വീഡിയോ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ഓഫ് ആക്കിയിട്ടാൽ നമുക്ക് മീറ്റിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു ഓപ്ഷൻസ് ആണിത്. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ ID ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻസ് കൂടിയുണ്ട്. ഞാനിവിടെ വീഡിയോ ഓഫ് ചെയ്തു. എന്നിട്ട് സ്റ്റാർട്ട് മീറ്റിംഗ് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആവും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഓഡിയോയുടെ ഔട്ട്പുട്ട് സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് ഹെഡ്സെറ്റ് ആണെങ്കിൽ ഹെഡ്സെറ്റ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പീക്കർ ആക്കണമെങ്കിൽ സ്പീക്കർ ആക്കാം, അല്ലെങ്കിൽ ഓഡിയോ ഓഫ് ആക്കുകയും ചെയ്യാം. പിന്നീട് മീറ്റിങ്ങിൻ്റെ IDയും അതുപോലെ തന്നെ മീറ്റിങ്ങിൻ്റെ പാസ്വേഡും കാണിക്കുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു മ്യൂസിക്കിൻ്റെ ബാർ ഐക്കൺ കാണിക്കുന്നു. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മാനുവൽ ഓഡിയോ ഓൺലി മോഡ് എന്നൊരു ഓപ്ഷനാക്കി സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഏറ്റവും ബോട്ടമിൽ നമുക്ക് ചെയ്യുന്നുണ്ട് ഓഡിയോ ഓഫ് ആക്കാം, ഓൺ ആക്കാം. അതുപോലെ തന്നെ വീഡിയോ ഓഫ് ചെയ്യുകയും ഓൺ ആക്കുകയും ചെയ്യാം. ഇനി തൊട്ടപ്പുറത്തുള്ള ഒരു ഷെയർ സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക്
നമ്മുടെ സ്ക്രീന് ഷെയർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം കാണിക്കുന്നതാണ് പാർട്ടിസിപ്പൻസ് ലിസ്റ്റ്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ മീറ്റിങ്ങിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അവർക്ക് അവിടെ നമുക്ക് ഹോസ്റ്റ് പവർ ചേഞ്ച് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും അവിടെ സാധ്യമാണ്. അതുപോലെ തന്നെ പിന്നീട് കാണിക്കുന്ന ഒരു ഓപ്ഷൻസാണ് ഒരു 3 ഡോട്ടിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ ചാറ്റിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എവരി വൺ ആയിട്ട് ചാറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മീറ്റിംഗ്സിലെ എല്ലാവർക്കും വേണ്ടി ചാറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായ ഓപ്ഷനാണ് മീറ്റിംഗ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മീറ്റിങ്ങിൻ്റെ സെറ്റിങ്സ് നമുക്ക് നോക്കാം. അവിടെ സെക്യൂരിറ്റിയിൽ മീറ്റിംഗ് ലോക്ക് ചെയ്യാം, ലോക്ക് മീറ്റിംഗ്. അതുപോലെ തന്നെ ഹോസ്റ്റ് കൺട്രോൾസിൽ മീറ്റിംഗ് ടോപ്പിക് കാണിക്കുന്നുണ്ട്. പിന്നെ ജനറൽ കാണിക്കുന്നുണ്ട്, മ്യൂട്ട് ഓൺ എൻട്രി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോ നെയിം വെൻ പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ പേര് കാണിക്കാനുള്ള ഒരു ഓപ്ഷനും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മീറ്റിങ്ങിൻ്റെ ഉള്ളിലുള്ള ഓപ്ഷൻസ് ഇത്രയാണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ രണ്ടാമത്തെ കാണുന്ന ഓപ്ഷനാണ് ജോയിൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹോസ്റ്റ് നൽകിയിരിക്കുന്ന മീറ്റിംഗ് ഐ ഡി ഉപയോഗിച്ച് നമുക്ക് മീറ്റിങ്ങിലേക്ക് പ്രവേശിക്കാം. അല്ലെങ്കിൽ ജോയിൻ വിത്ത് എ പേഴ്സണൽ ലിങ്ക് അയച്ചു തന്ന പേഴ്സണൽ ലിങ്ക് വഴി നമുക്ക് മീറ്റിങ്ങിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ മീറ്റിങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് താഴെ ജോയിൻ ഓപ്ഷൻസ് കാണാം. അവിടെ ഡോണ്ട് കണക്ട് ടു ഓഡിയോ, അതുപോലെ തന്നെ ടേൺ ഓഫ് മൈ വീഡിയോ, ഈ 2 ഓപ്ഷൻസും നമുക്ക് ലഭ്യമാണ്. നമുക്ക് മീറ്റിങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഓഫ് ആക്കും, അതുപോലെ തന്നെ നമ്മുടെ ഓഡിയോ കണക്ട് ചെയ്യാതിരിക്കും ചെയ്യാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മൂന്നാമത് കാണുന്ന ഒരു ഓപ്ഷനാണ് ഷെഡ്യൂൾ മീറ്റിംഗ്. സോ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൂമിൽ കാണുന്ന അതേപോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസം തന്നെ ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. ഏറ്റവും ഫസ്റ്റിൽ മീറ്റിംഗ് ടോപ്പിക് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മീറ്റിംഗ് ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ടൈം ചൂസ് ചെയ്യാം, ഫ്രം ടു എത്ര മണി വരെ നമുക്ക് ചൂസ് ചെയ്യാം. ടൈം സോൺ, റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ആ ഓപ്ഷൻ ഇപ്പോൾ ലഭ്യമല്ല. അത് നെക്സ്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മീറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹോസ്റ്റ് വീഡിയോ ഓൺ, പാർട്ടിസിപ്പൻസ് വീഡിയോ ഓൺ, ഡോണ്ട് അലോ ഗസ്റ്റ് യൂസേഴ്സ്. അതുപോലെ തന്നെ അഡ്വാൻസ് ഓപ്ഷൻസ് ഉണ്ട്. എനേബിൾ വെയിറ്റിംഗ് റൂം എനേബിൾ ചെയ്യാം. അലോ ജോയിൻ ബിഫോർ ഹോസ്റ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് മീറ്റിംഗ്, മൊബൈൽ തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടെന്നാണ് കരുതുന്നത്. അത് നെക്സ്റ്റ് അപ്ഡേറ്റിലാണ് വരുന്നതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ആഡ് ടു കലണ്ടർ എന്ന ഓപ്ഷൻ ഉണ്ട്. സോ ഇത്ര കാര്യങ്ങളാണ്. നമുക്ക് ശേഷം ഡൺ അടിച്ചാൽ നമ്മുടെ ഷെഡ്യൂളായി മീറ്റിംഗ് അവിടെ സെറ്റ് ആവുന്നതാണ്. സോ നമുക്കിനി സ്റ്റാർട്ട് മീറ്റിംഗ് അടിച്ചാൽ നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ആവുന്നതാണ്. അതുപോലെ തന്നെ ആഡ് ടു കലണ്ടർ, ആഡ് ഇൻവൈറ്റീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരിട്ട് തന്നെ വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും നോർമൽ SMS-ലേക്കും അതുപോലെ തന്നെ Gmail-ലൊക്കെ നമ്മുടെ ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഒരു വാട്സപ്പ് എന്നുള്ളൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ സൂമിലാണെങ്കിൽ അത് കാണാൻ സാധിക്കില്ല. നമുക്ക് കോപ്പി URL അടിച്ച് നമ്മളിത് വാട്സപ്പിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഈ ജിയോമീറ്റിൽ നേരിട്ട് തന്നെ വാട്സപ്പ് എന്നുള്ളൊരു ഫീച്ചർ ഉള്ളതുകൊണ്ട് നേരിട്ട് തന്നെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണുള്ളത്. തൊട്ടപ്പുറത്ത് കാണാം ഡിലീറ്റ് മീറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇനി നമുക്ക് ഈ മീറ്റിംഗ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മേലെ കാണുന്ന എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഈ മീറ്റിങ്ങിൻ്റെ സമയവും കാര്യങ്ങളും ടോപ്പിക്കും എന്ത് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മളിനി ബാക്കോട്ട് അടിച്ചാൽ നമ്മുടെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് അവിടെ നമുക്ക് കാണാനാവുന്നതാണ്. ഇനി തൊട്ടപ്പുറത്തുള്ള ഓപ്ഷൻ കാണാം ഷെയർ സ്ക്രീൻ എന്നുള്ളത്. നമ്മളൊരു മീറ്റിങ്ങിലേക്ക് ആ മീറ്റിങ്ങിൻ്റെ ID വെച്ച് എൻ്റർ ചെയ്ത് നമ്മുടെ സ്ക്രീന് ഷെയർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഇനി ഏറ്റവും അടിയിൽ നമുക്ക് കാണാം മീറ്റിംഗ്സ്, നമ്മുടെ ഷെഡ്യൂൾ ചെയ്ത മീറ്റിങ്ങുകൾ അവിടെ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ മീറ്റിംഗ്സ് ID അവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയാൽ നമ്മുടെ കോൺടാക്ട്സ് ഗ്രൂപ്പ് ലഭിക്കുന്നതാണ്. ജിയോമീറ്റിലേക്ക് നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ജിയോമീറ്റിൽ ഒരു പുതിയ ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ് കൊടുത്ത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് നമുക്കടിക്കാം. നെക്സ്റ്റ് അടിച്ച് ആ ഗ്രൂപ്പിലേക്ക് നമുക്ക് നമ്മുടെ മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. സോ ഇത് വളരെ നല്ലൊരു ഉപകാരമുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ ഓഫീസിൻ്റെ സ്റ്റാഫ് ടീമുകൾക്ക് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് നടത്തുന്നവരാണെങ്കിൽ ആ ടീച്ചേഴ്സിൻ്റെ സ്റ്റുഡൻസിന് ഒരു ഗ്രൂപ്പ് അവിടെ തയ്യാറാക്കാം. എന്നിട്ട് ആ ഗ്രൂപ്പിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പ് വീഡിയോകൾ ചെയ്ത് ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ പേർക്കും ഒരുമിച്ച് തന്നെ നമുക്ക് പെട്ടെന്നുള്ളൊരു മീറ്റിംഗ് അതുപോലെ തന്നെ പെട്ടെന്നുള്ളൊരു ക്ലാസ്സൊക്കെ നമുക്ക് ഒരുക്കാനായിട്ട് സാധിക്കും. ഇത് തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം സെറ്റിങ്സ് ഉള്ള ഓപ്ഷൻ. സെറ്റിങ്സിൽ നമ്മുടെ ഡിസ്പ്ലേ നെയിം മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രൊഫൈൽ ഫോട്ടോ മാറ്റാം, അതുപോലെ തന്നെ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. താഴെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, ജോബ് ടൈറ്റിൽ, ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻസ് കൂടിയുണ്ട്.
സോ ഇത്രയും കാര്യങ്ങളാണ് ജിയോമീറ്റിലുള്ളത്. അതായത് സൂമിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ അതേപോലെ അതിൻ്റെ ഡിസൈനും ടെംപ്ലേറ്റും മുഴുവൻ സെറ്റിങ്സും ഒക്കെ നമ്മുടെ ജിയോമീറ്റിൽ നമുക്ക് ലഭ്യമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജിയോമീറ്റിൽ 24 hours ഫ്രീ കോളിംഗ് ആണ് എന്നുള്ളതാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ജിയോമീറ്റ് ചിലപ്പം ബാക്കിയുള്ള സൂം പോലത്തെ ഗൂഗിൾ മീറ്റ് പോലത്തെ ആപ്ലിക്കേഷന് മുമ്പിൽ നിൽക്കാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് നടത്താനും അതുപോലെ തന്നെ മീറ്റിംഗ് നടത്താനും ഫ്രണ്ട്സുമായി വീഡിയോ കോൾ ചെയ്യാനും 100 വരെ ഒരുമിച്ച് വീഡിയോ കോൾ ചെയ്യാനൊക്കെ എനിക്ക് ഈ ജിയോമീറ്റ് വെച്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് ഇനി അടുത്ത അപ്ഡേഷനിലാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.